ചെറുപ്പമാകാനൊരുങ്ങി KPCC തരംഗമായി പാലക്കാടൻ മോഡൽ. ദേശീയ തലത്തിൽ പാർട്ടി പുനഃസംഘടന സംബന്ധിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ നടത്തിയ പ്രസ്താവനയെ തുടർന്ന് KPCC നേതൃത്വത്തിലെ അഴിച്ചുപണിയെ പറ്റിയുള്ള ചർച്ച സജീവമായി. അടുത്ത വർഷം അവസാനം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും 2026 ആദ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും പാർട്ടിയെ അലകും പിടിയുമിട്ട് ഒരുക്കേണ്ടതായുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തോൽവി കൂടി താങ്ങുവാനുള്ള കരുത്ത് പാർട്ടിക്കില്ലെന്ന വീണ്ടും വിചാരത്താൽ രാഷ്ട്രീയ സാമുദായിക ഘടകങ്ങൾ പരിശോധിച്ച് പുതിയ KPCC അധ്യക്ഷനെ ഉൾപ്പെടെ നിയമിച്ച് പരമാവധി യുവനിരയെ വിവിധ ഘടകങ്ങളുടെ നേതൃത്വത്തിലേക്ക് നിയമിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര നേതൃത്വം ഗൗരവമായി ചിന്തിച്ചു തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ ശശി തരൂർ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, K മുരളീധരൻ, MM ഹസൻ തുടങ്ങിയ നേതാക്കളുടെ നീണ്ട നിരയെ ഏകോപിപ്പിക്കേണ്ടുന്ന വലിയ ഉത്തരവാദിത്തം പുതിയ KPCC അധ്യക്ഷന് വന്നു ചേരും. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി പാർട്ടി മെഷീനറി പൂർണ്ണ സജ്ജമാക്കാൻ കൽപ്പുള്ള യുവ നേതൃത്വമാണ് രാഹുലും പ്രിയങ്കയും എന്ന ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പ്രവർത്തന മികവ് പ്രകടമാക്കുവാൻ K സുധാകരന് കഴിഞ്ഞെങ്കിലും ഇനി ഓടി നടന്ന് പ്രവർത്തിക്കുവാൻ നിലവിലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുവദിക്കുമോ എന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് ആശങ്കയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായതിനാൽ മാത്രമാണ് VD സതീശനുമായി പരസ്യ യുദ്ധത്തിലേർപ്പെടാതെ രമ്യതപ്പെട്ടു പോയത്. അല്ലെങ്കിൽ പുതുപ്പള്ളി സംഭവങ്ങൾ ആവർത്തിക്കുമായിരുന്നു. K സുധാകരന്റെ കിതപ്പ് ഒരു കണക്കിന് VD സതീശന് അനുഗ്രഹമായി. അത് അദ്ദേഹം ഭാവിക്കാതെ കളമറിഞ്ഞ് കളിക്കുകയും ചെയ്തു. അതിൻ്റെ മൈലേജ് VD സതീശന് കിട്ടുകയും ചെയ്തു. K സുധാകരൻ പുറകെ നടന്ന് ചൊറിയുവാൻ ഇത്തവണ ശ്രമിച്ചതുമില്ല. KPCC പ്രസിഡന്റ് സ്ഥാനം ആഗ്രഹിക്കുന്ന പഴയ താപ്പാനകൾ ഇപ്പോൾ തന്നെ PR വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. K സുധാകരന്റെ രോഗവിവരം അവർ പരസ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിമാരെ കൊണ്ട് മാധ്യമങ്ങളിൽ ഊഹാപോഹങ്ങൾ എഴുതിപ്പിടിപ്പിച്ചും തുടങ്ങിക്കഴിഞ്ഞു. പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ച അനൗദ്യോഗിക ചർച്ചകൾ പാർട്ടിക്കിടയിൽ പതുക്കെ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വവുമായി ഇത് സംബന്ധിച്ച ഔദ്യോഗിക ചർച്ചകളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. KPCC നേതൃത്വത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി മുതിർന്ന നേതാക്കളുണ്ട്. K സുധാകരനുമായി അടുപ്പമുള്ളവർ അദ്ദേഹം തന്നെ തുടരട്ടെ എന്ന നിലപാടിലുമാണ്. നിലവിലെ സ്ഥിതി തന്നെ തുടർന്നാൽ കുഴപ്പമില്ല എന്ന് കരുതുന്ന ചിലരുമുണ്ട്. അധ്യക്ഷ പദവി മാറ്റത്തിനൊപ്പം പാർട്ടി പുനഃസംഘടനയും വേഗം നടപ്പിലാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റം നടപ്പിലാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതൃത്വം. പുനഃസംഘടന പൂർണ്ണമായും നടന്നില്ലെങ്കിലും DCC തലത്തിലെങ്കിലും തർക്കങ്ങളില്ലാതെ മാറ്റത്തിനാണ് ആലോചന. എന്നാൽ പുനഃസംഘടന എങ്ങനെയെന്നതിൻ്റെ ചിത്രം തെളിയുവാൻ ഇനിയും മാസങ്ങളെടുക്കും. ഉപതെരഞ്ഞെടുപ്പിലെ പാലക്കാടൻ വിജയം കേന്ദ്ര നേതൃത്വത്തിൻ്റെ തന്നെ മുക്തകണ്ഠ പ്രശംസ നേടിയിരുന്നു. ആ പാലക്കാടൻ തന്ത്രം വരുന്ന 2 തിരഞ്ഞെടുപ്പുകളിലും പയറ്റിയാൽ വിജയം സുനിശ്ചിതമെന്ന് കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നു. VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം ത്രയം ആണ് പാലക്കാട് UDFന്റെ നൗക വിവാദങ്ങളിൽ തകരാതെ ലക്ഷ്യം കണ്ടെത്തുവാൻ സഹായിച്ചത്. ഒരു കാര്യത്തിൽ പോലും ഇവരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായില്ല. ഒറ്റക്കെട്ടായി നിന്നു. UDF നേതൃത്വവും സഖ്യകക്ഷികളും ഇവരോടൊപ്പം കട്ടയ്ക്ക് നിന്നു. PK ഫിറോസ്, അബിൻ വർക്കി എന്നിവരുടെയൊക്കെ സപ്പോർട്ട് എടുത്തു പറയേണ്ടുന്നതാണ്. അബിൻ വർക്കിയുടെ കൊട്ടത്തേങ്ങ പ്രയോഗം പോലും ജനങ്ങൾ ഏറ്റെടുത്തു. ഇവിടെ സ്ട്രൈക്ക് നടത്തിയെന്നൊക്കെ പറഞ്ഞ് കുറെ കൊട്ടത്തേങ്ങ കൊണ്ടുപോയി. നല്ല നാളികേരം ഞങ്ങൾ ഇങ്ങ് എടുത്തു. അതാണ് സംഭവിച്ചത്. അവിടെയും കുത്തിത്തിരിപ്പിന് ശ്രമിച്ച K മുരളീധരനെ പോലെയുള്ള എലമെന്റുകളെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ സൂക്ഷിക്കേണ്ടതായുണ്ട്. കൂടുതൽ കുത്തിത്തിരിപ്പിന് മുതിർന്നാൽ പണി പാളും എന്ന് സ്വയം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് K മുരളീധരൻ സ്വയമേ പത്തിമടക്കിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം മുതിർന്ന നേതാക്കൾ ശല്യമുണ്ടാകാതെ ചൊറിയാതെ അവർ യുവ നേതൃത്വത്തിന് വഴിമാറി അവർക്ക് വഴികാട്ടിയായി നിന്നാൽ UDFന് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മിന്നും വിജയം കരസ്ഥമാക്കാം എന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. പാർട്ടിയിലെ കാരണവന്മാരെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഹൈക്കമാൻഡിന് മുന്നിലെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല യുവനിരയുള്ള പാർട്ടി ഘടകം കേരളത്തിലെ UDF ആണ്. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, മാത്യു കൊഴുനാടൻ, ഹൈബി ഈഡൻ, അബിൻ വർക്കി, VT ബൽറാം, M ലിജു, PC വിഷ്ണുനാഥ്, PK ഫിറോസ്, BRM ഷഫീർ, അങ്ങനെ എത്ര പേർ. പരമാവധി യുവനിര വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം കൃത്യമായാൽ ജാതിമത സമവാക്യങ്ങൾ പോലും കാര്യമാക്കേണ്ട എന്ന യാഥാർത്ഥ്യം പാലക്കാടൻ വിജയം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പാലക്കാട് വെള്ളാപ്പള്ളിയുടെ ഭീഷണി എതിലേ പോയി എന്ന് നോക്കുക. അതുപോലെ മുനമ്പം ചുടുചോറും കോരി വന്ന ക്രസംഗി ഭീഷണിയും എവിടെ പോയി എന്നും കാണുക. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടും അവസാനം എന്തുണ്ടായി?
ആ പാലക്കാടൻ ഡൈനാമിക്സ് നിലനിർത്തുവാൻ, അത് ആവർത്തിക്കുവാൻ കഴിഞ്ഞാൽ UDF-ന് വിജയം സുനിശ്ചിതം. ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പുമായി നടത്തിയ നിരീക്ഷണങ്ങളെല്ലാം തന്നെ കൃത്യമായിരുന്നു എന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് നേതാക്കൾ ഗ്രൂപ്പ് കളിക്കാതെ മികച്ച യുവ സ്ഥാനാർത്ഥികളെ നിർത്തുക, അവരെ ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും ജയിച്ചു കയറുവാൻ പ്രാപ്തിയുള്ളവരാക്കി തീർക്കുവാൻ ഉതകുന്ന ആ ഒരു എക്സ്പോഷർ കിട്ടുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോഴേ അവർക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുവാൻ അവസരം കൊടുക്കുക. അവസാന നിമിഷത്തിലുള്ള കെട്ടിയിറക്കലുകൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. ചേലക്കരയിൽ വോട്ട് കുറഞ്ഞെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയം UDF-ന് നൽകുന്ന സന്ദേശം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന ഒറ്റ കാരണത്താൽ വരുന്ന തവണ വിജയം സുനിശ്ചിതമാണെന്ന അമിത പ്രതീക്ഷ വേണ്ട എന്നതാണ്. നേതാക്കളുടെ ഒരു തമ്മിലടിയിൽ പോലും കളം മാറി മറിയാം. ഭരണത്തിന്റെ അവസാന 6 മാസം കൊണ്ട് ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക മുഴുവൻ തീർത്ത് ഒരു 500 രൂപ കൂട്ടിക്കൊടുത്താൽ, സംസ്ഥാനത്തെ റോഡുകളെല്ലാം നന്നായി ടാറിംഗ് നടത്തി കഴിഞ്ഞാൽ, വരുന്ന ഓണത്തിന് ഒരു 500 രൂപയുടെ കിറ്റ് കൊടുത്താൽ മൂന്നാമതും ഇടത് തുടർഭരണം ഉണ്ടായിക്കൊടുന്നില്ലെന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം. മധ്യ തിരുവിതാംകൂർ അടക്കമുള്ള ക്രിസ്ത്യൻ മേഖലകളിൽ BJP നടത്തുന്ന തന്ത്രപരമായ കടന്നുകയറ്റം, കത്തോലിക്ക സഭയടക്കമുള്ള സഭകളുമായി ഉണ്ടാക്കുന്ന സഖ്യമൊക്കെ കോൺഗ്രസ് കാണാതെ പോകരുത്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുക കൂടി ചെയ്യാത്ത ജോർജ് കുര്യന് കേന്ദ്ര മന്ത്രിസ്ഥാനം നൽകിയത് എന്തിനാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ഗോവ ഗവർണർ VS ശ്രീധരൻപിള്ള എന്നിവരുടെ അരമനമെഴുകൽ കോൺഗ്രസ് തിരിച്ചറിയണം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ കൂടുതൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടുന്നത് പാർട്ടിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന യാഥാർത്ഥ്യം പാർട്ടി മനസ്സിലാക്കണം. ഈഴവ, ദലിത്, ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കേണ്ടതായുണ്ട്. നേതൃത്വ മാറ്റം പരിഗണിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം പരിഗണിക്കണം. മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനും മുസ്ലിം ലീഗിനെ ഭിന്നിപ്പിക്കുവാനും ഉള്ള തുടർ ശ്രമങ്ങൾ ഉണ്ടാകും. അതുപോലെ ഇടതുപക്ഷം ഉണ്ടാക്കിയെടുത്ത മാധ്യമ സിൻഡിക്കേറ്റ് കാണാതെ പോകരുത്. ഇവരുടെ തന്ത്രങ്ങളിൽ ഇടറി വീഴുകയുമരുത്. ഉപതെരഞ്ഞെടുപ്പ് വിജയം അടക്കമുള്ള സമീപകാല രാഷ്ട്രീയ സംഭവങ്ങൾ പാർട്ടി കൂടുതൽ ചെറുപ്പമാകേണ്ടതുണ്ടെന്ന വികാരത്തിന് മുൻതൂക്കം ലഭിക്കാനിടയാക്കിയിട്ടുണ്ട്. പരിചയസമ്പത്തിനോടൊപ്പം താഴെത്തട്ട് മുതൽ സംഘടനയെ ചലിപ്പിക്കുവാൻ ശേഷിയുള്ള യുവ നേതൃത്വം വേണമെന്ന ആവശ്യം അണികൾക്കിടയിൽ ഇപ്പോൾ സജീവമാണ്. അതിനുള്ള വെല്ലുവിളി കടൽ കിഴവന്മാരാണ്. അവരാണ് കോൺഗ്രസിന്റെ എക്കാലത്തെയും വെല്ലുവിളി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.